മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയതിൽ മനംനൊന്ത് വിദ്യാർത്ഥി ജീവനൊടുക്കി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അമ്മ വിലക്കിയതിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. കാട്ടാക്കട PR വില്യം സ്കൂളിലെ വിദ്യാർത്ഥിയും കുറ്റിച്ചൽ അരികിൽ സ്വദേശിയുമായ വൈകാശാണ് മരിച്ചത്. ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് മൃതദേഹം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഓടി കൂടി വന്നപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ അമ്മ പറയുന്നത്. ആഹാരം കൊടുത്ത് 3 പ്രാവശ്യം ഇട്ട് കൊടുത്ത് മുട്ടയും പൊരിച്ചു കൊടുത്ത് കഴിച്ചും കൊണ്ട് ഫോണ് ചോദിച്ചു. അപ്പോൾ മക്കളെ നീ 10ലാണ് ഫോണ് തരൂല എന്ന് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു. ഉടനെ ഒരു വിളി കേട്ടുകൊണ്ട് എൻ്റെ ചേടാറിനും കൂടെയൊക്കെ വന്ന് അത് ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഇങ്ങനെ തല കുമ്പിട്ട് കിടക്കുന്ന ഇതാണ് കണ്ടത്. ഉടനെ തന്നെ ഞങ്ങൾ ആ കുരു കഴിച്ച് എല്ലാവരും കൂടെ ചേർന്ന് വണ്ടി വിളിച്ച് നെയ്യാരം പിടിച്ചിട്ട് കൊണ്ടുപോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ അവിടെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ പോയെന്ന് പറഞ്ഞു. അതാണ് അന്ന് സംഭവം. പിന്നെ അത് കഴിഞ്ഞ് പോലീസ് വന്നു അവർ കണ്ടിട്ട് പോയി. അവർ നാളെ വരാമെന്ന് പറഞ്ഞു. കാട്ടാക്കട PR വില്യത്തിലാണ് പഠിക്കുന്നത്. ഇനി 10ലാണ്. ഇന്നലെ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിന് പോയി ഇന്ന് പഠിക്കാൻ പോകാൻ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും. കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു ഞാൻ നാളെ കളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരണം, നീയും കളർ ഡ്രസ്സ് ഇടണം, എനിക്ക് പുതിയ ഡ്രസ്സുണ്ട് എന്ന് പറഞ്ഞ് ടൈം ടേബിളൊക്കെ എടുത്ത് ചെവിലൊട്ടിച്ചു. ഇന്ന് കൊണ്ടുപോകാനുള്ള ബുക്കുകളൊക്കെ അടുക്കി വെച്ചു. ഇന്നലെ ട്യൂഷൻ 7 മണി വരെ ട്യൂഷൻ ക്ലാസ്സിന് പോയിരുന്നു രാത്രി. അത് കഴിഞ്ഞ് വന്നാണ് ഭക്ഷണം കഴിച്ച്. വേറെ യാതൊരു ഇതുമില്ല. അങ്ങനെ അച്ഛനും അമ്മയായിട്ടും വഴക്ക് പറയണത് തള്ളയ്ക്കെന്ന് വെച്ചാൽ ഒരു കൊച്ച് ഞാൻ പുസ്തകത്തിൽ തന്നെ മരിച്ചുപോയി. അത് ഈ മോനെ നല്ല തലവലിച്ച് വളർത്തുന്ന ആളേ ഉള്ളൂ. ഒരു മോനേ ഉള്ളൂ. കളരിക്ക് പോകുമ്പോൾ അമ്മ കൂടെ ഏത് സ്ഥലത്ത് പോയിരുന്നാലും അമ്മയും കൂടെ പോകണതാണ്. അമ്മയെന്ന് വെച്ചാൽ ജീവനാണ്. അവനും തള്ളയ്ക്കും ഇതാണ്. അവൻ്റെ അമ്മയ്ക്കും ഈ മോനെന്ന് പറഞ്ഞാൽ ജീവനാണ്. അച്ഛനും അതേപോലെ ഒരു മോനേ ഉള്ളൂ. വൈകാശിന്റെ വിയോഗത്തെ തുടർന്ന് ഇന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. GTV ന്യൂസ് കാട്ടാക്കട.